അളിയാക്ക മച്ചമ്പാടിൻ്റെ അളിയാക്കുണ്ട്. മച്ചമ്പാടിൻ്റെ അളിയാക്ക എന്നല്ലെങ്കിൽ ഞാനിന്ന് പറഞ്ഞ് നിങ്ങളുടെ ചെല്ല് അപ്പോൾ ഒരു ചെറിയ 2 പാക്കറ്റ് ചെല്ലുണ്ട്. മച്ചമ്പാടിൻ്റെ അളിയാക്കൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഞങ്ങളെ ഈ ഫാമിലിയിൽ എന്ത് ഫങ്ഷൻ എന്ത് ഉണ്ടെന്ന് കണ്ടെങ്കിൽ ഫസ്റ്റിന് കൈ കൊണ്ട് സഹകരിക്കുന്നവർ എല്ലാ വിഷയത്തിലും അന്നത് പിടിച്ച് ഇന്നോളം. അപ്പോൾ അളിയാക്കനിൽ ഞങ്ങൾ ഇപ്പം മുണ്ടിച്ചില്ലെങ്കിൽ അത് പഠിച്ചവന് വരുത്താവല്ല എന്നിട്ട് നിങ്ങൾ ഞങ്ങൾ ഗസ്റ്റായിട്ട് വിളിച്ചത് ഷോർട്ട് 2 പാക്കറ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹാദരവുള്ള ഹുസൈൻ ഹാജി ഫാത്തിമ ഹാജിയുടെ പിന്മുറ മക്കളുമായി നിൽക്കുന്ന ഈ സദസ്സുകളെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. എന്താ കാരണം അറിയാം? 2 തലമുറക്ക് മുന്നേ ഉണ്ടായ ഹുസൈൻ ഹാജി ഫാത്തിമ ഹാജി അതിൻ്റെ മക്കളാണ് ഇപ്പോൾ ഞാൻ മരിക്കുന്നത്. 3 തലമുറ കിട്ടാൻ സാധ്യത കുറവില്ല, ഉണ്ടാവില്ല. 2 തലമുറയാണ്. ഇന്ന് നമ്മൾ ഈ സദസ്സിൽ കാണേണ്ടത് ഹുസൈൻ ഹാജിൻ്റെ ജീവിതവും നമ്മളെ ഇന്നത്തെ ഈ ജീവിതം എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് അനുഭവം നിങ്ങൾക്കുണ്ടാവാം. ഇന്ന് ഹുസൈൻ ഹാജിൻ്റെയും ഫാത്തിമ ഹാജിൻ്റെയും ജീവിതകാലം നമ്മൾ ഓർമ്മിക്കാണ്ട് പോയെങ്കിൽ അള്ളാഹ് പൊരുത്തപ്പെടില്ല, സംശയമില്ല. അവർ നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗം എന്താണ്, അവരുടെ ജീവിത ശൈലി എന്താണ് എന്ന് നമ്മൾ ഇന്നൊരു 10 മിനിറ്റെങ്കിലും ഇന്ന് പറയേണ്ട ആവശ്യമുണ്ട്. കൂടെ അഡ്വക്കേറ്റ് അബൂബക്കർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഹുസൈൻ ഹാജി മരിക്കുമ്പോൾ 107 വയസ്സായി, മരിക്കുമ്പോൾ കടയില്ല എന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു എന്നുള്ള മഹത്തായ ഒരു കാര്യം പറഞ്ഞു. അൽഹംദുലില്ലാ. പക്ഷെ അയാൾ ജീവിതശൈലി നമ്മൾ പറഞ്ഞിട്ടില്ല, അബൂബക്കർ പറയാൻ കഴിയില്ല. നമ്മ ഇന്ന് ഓർമ്മിക്കണ്ടേ? ഓർമ്മിക്കണം. ഇന്നത്തെ ഈ സദസ്സ് വിളിച്ചു കൂട്ടി അതാണ് ഹുസൈൻ ഹാജിൻ്റെതും ഫാത്തിമ ഹാജിൻ്റെതും ജീവിതശൈലി ഉണ്ടാവുന്ന ഇപ്പുറം വന്നിട്ടായ മക്കളെ കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ ആവശ്യം അതാണ്. അത് തലമുറക്ക് പിന്നെ ഗുണം കിട്ടും. ഇന്നിവിടെ ഇരുന്ന തലമുറക്ക് ഈ ജീവിതശൈലിയും നമ്മൾ ഉണ്ടാക്കുന്ന പ്രവൃത്തിയും അത് പിന്നെ ഗുണം കിട്ടും. നമ്മളെ കൊണ്ട് ഇന്നത്തെ ഈ സദസ്സിനെ കൊണ്ട് ഒരു ഗുണം കിട്ടണ്ടേ? ആ കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ അജ്ജനും ഗുണം കിട്ടും, നമുക്ക് ഗുണം കിട്ടും. ഈ യോഗത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട അമീർ കന്യാണ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ചെറിയ വയസ്സിൽ ഇവിടെ ഓടി നടന്ന ഒരാളാണ്. ഞാൻ നിങ്ങളുടെ കുടുംബത്തിൽ വന്ന ആളല്ല, ഈ കുടുംബത്തിൽ കല്യാണം കഴിച്ച് വന്നൊരു പുതിയാപ്പിളയാണ്. അതേപോലെ ഇതിൻ്റെ കനിവിൻ്റെ അഡ്വക്കേറ്റ് അബൂബക്കർ, അദ്ദേഹം ചെറിയ വയസ്സിൽ ധാരാളം സോഷ്യൽ വർക്ക് ചെയ്തിട്ട് വക്കീലായി മുന്നോട്ട് വന്നു. പക്ഷേ ഇന്ന് ഈ സദസ്സ് വിളിച്ചു കൂട്ടിയത് നമ്മളെല്ലാവരും പരസ്പരം ഒന്ന് അറിയാൻ വേണ്ടിയാണ്. എങ്ങനെ അറിയേണ്ടത്? ആരെ മക്കൾ, ആരെ ഇളയമൂത്ത, ആര് ആങ്ങള, ആര് പെങ്ങ, ആര് അജ്ജി, ആര് അജ്ജം, ഇത് അറിയാൻ വേണ്ടിയാണ്. ഞാൻ കീഞ്ഞിട്ട് വരുമ്പോൾ ഈ സദസ്സിൽ കണ്ട ഒരു നല്ലൊരു കാര്യമുണ്ട്. ഇവിടെ നിറയെ ടേബിൾ വെച്ച് ആൾക്കാർ ചോറ് വഹിച്ചുകൊണ്ട് ആണും വയ്ക്കുന്നു പെണ്ണും വയ്ക്കുന്നു. അതിൽ ചില പെങ്ങന്മാർ ചോറ് സപ്ലൈ ആയിക്കൊള്ളൂ. ആർക്ക് സപ്ലൈ ആക്കിയത്? സ്വന്തം ആങ്ങളിന് സപ്ലൈ ആക്കുമ്പോൾ ആയിക്കോളുള്ളത്. ആ പെണ്ണുങ്ങൾ അറിയില്ല ഇതാരെയൊന്നും. അറിയില്ല. എന്ത് കാരണം ആ പെണ്ണുങ്ങൾ സപ്ലൈ ആക്കാൻ കാരണം? അതുപോലത്തെ ആണുങ്ങളും പെണ്ണുങ്ങൾക്ക് സപ്ലൈ ആക്കുന്നത്. പെങ്ങൾക്ക് ചോറ് കൊടുക്കുന്നു, ആങ്ങൾക്ക് ചോറ് കൊടുക്കുന്നു, പെങ്ങൾക്ക് ചോറ് കൊടുക്കുന്നു. ആർക്ക് വേണ്ടി? ഹുസൈൻ ഹാജിന് വേണ്ടി, ഫാത്തിമ ഹാജിക്ക് വേണ്ടി. ഇത് നമുക്ക് നമ്മുടെ ജീവിതശൈലി കൊണ്ടുവരണമെങ്കിൽ അവരെ കാലത്തുണ്ടായ ചില കാര്യങ്ങൾ നമുക്കിന്ന് ഓർമ്മിക്കണം. ഹുസൈൻ ഹാജിൻ്റെ ജീവിതം എന്താണ് എന്ന് നമ്മൾ ഇന്നറിയണം. ഇന്ന് നമ്മൾ ഇരിക്കുന്നത് അബൂബക്കറിൻ്റെ പള്ളി. ഈ അബൂബക്കറിൻ്റെ പോലെ ടൈൽസാണ്. നമ്മൾ ഇരിക്കുന്ന ജാഗ ടൈൽസാണ്. സൗകര്യമാക്കിയത് സീറ്റാണ്. മുണ്ടാനും മൈക്ക, സൗകര്യം പോലെ പറയാനും മൊബൈൽ, ബൈക്കാൻ നെയ്ച്ചോറും, തിന്നാൻ കോഴി കായ്ച്ചത്, സുന്ദരമായ ഏർപ്പാടാക്കിയിട്ട് നമ്മളിന്ന് വിളിച്ചു കൂട്ടിയത്. പക്ഷേ ഹുസൈൻ ഹാജിയുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ആ അജ്ജന് കിട്ടിയോ എന്ന് കേട്ടാൽ കിട്ടിയിട്ടുണ്ടാവും, സംശയമില്ല, യാതൊരു മടിയുമില്ല. ആ കാലമുണ്ടായ ദരിദ്രം ഹുസൈൻ ഹാജിനെ പരിചയപ്പെടുത്തിയത് പകുതി കൈൻ്റെ കുപ്പായിട്ട് എന്നാണ്, പകുതി കൈൻ്റെ ഷർട്ട് ഇട്ട് എന്നാണ്. ആ ഷർട്ട് മെഷീൻ കൊണ്ട് തുന്നിയതല്ല, കൈകൊണ്ട് തുന്നിയ ഷർട്ടാണ്. എന്താ കാരണം?
മെഷീനില്ല. ഉണ്ടെങ്കിൽ അജ്ജനി തുന്നിപ്പിക്കാനുള്ള കഴിവില്ല, പൈസയില്ല. ജീവിതശൈലി ഫാത്തിമാജി മങ്ങാത്തിൽ പോയിട്ടുണ്ടെങ്കിൽ, മോക്ക് മങ്ങാത്തിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ഫാത്തിമാജി പോയിട്ട് വന്നേ പിന്നെ ആ തുണി കൊടുത്ത് മോളെ മങ്ങാത്തിൽ അയച്ചിട്ട് 2 മക്കൾ, ഒരു ഉമ്മയും ഒരു മോളും ചിലപ്പോൾ ഒരു മങ്ങാത്തിൽ പോയിട്ടുണ്ടാവാം. മറക്കണ്ടയോ? ഓർമ്മിക്കണ്ടേ? ഇന്ന് നമ്മളെ സൗകര്യം നോക്കൂ. ആരാ തന്ന ഈ സൗകര്യം? അള്ളാഹു തന്നതാണ്. ആരാ കാരണക്കാരും? ആരും ആയിരിക്കാം. അപ്പം നമ്മൾ കാണുന്നത് ഹുസൈൻ അജ്ജിനെ മാത്രം. അതിൻ്റെ അപ്പുറം തലമുറ ഉണ്ട്. ഈ തലമുറ വരാൻ ബാക്കിയുണ്ട്. ഈ തലമുറ ഇങ്ങനെ കഴിഞ്ഞു പോവാണ്. ഓണം വരെ, ഖിയാമത്ത് നാൾ വരെ ലക്ഷം സന്താനം ഈ സമുദായത്തിൽ കടന്നു പോകാൻ വേണ്ടി ഒരു സമുദായം, ഒരു കുടുംബം ഈ ഹുസൈൻ അജ്ജൻ്റെ കുടുംബം കാരണമായിരിക്കും. ആ അജ്ജൻ്റെ ജീവിതശൈലി, നമ്മൾ ഇന്നിവിടെ ബേച്ച ചോറും ഈ ചോറിന് കിട്ടിയ ചിക്കൻ കോഴി കഴിച്ചത് നോക്കി, അവിടെ പോയി നോക്കി എത്ര ഇറച്ചി എറിഞ്ഞിട്ട് കൂടെ തിന്നാണ്ട്. ചിലപ്പോൾ വേണമെങ്കിൽ ഹുസൈൻ അജ്ജൻ്റെ ആ നിക്കാഹ് കഴിഞ്ഞ സദസ്സിൽ ചോറ് കൊടുത്തിട്ട് ഉണ്ടെങ്കിൽ അത് ഒരു കോഴി അറുത്തിട്ട് ഒരു കോഴിൻ്റെ കറിയും ഒരു ചോറും ആയിരിക്കും. ആണെങ്കിൽ അതിനപ്പുറം സാധ്യത കുറവാണ്, സാമ്പത്തികമില്ല. ഇങ്ങനെ ഉണ്ടാവുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ ഞമ്മക്ക് വേണ്ടി അവർ സഹിച്ചിട്ടുണ്ട്. നമ്മളെ പ്രസവിച്ച ഫാത്തിമാജി ആരെ പ്രസവിച്ചു? ഹോസ്പിറ്റലിൽ പോയില്ല, ഓപ്പറേഷൻ ആക്കില്ല, നർസ് വന്നില്ല, ആരും വന്നില്ല. ഫാത്തിമാജിൻ്റെ കൂടെ ഉണ്ടായ അപ്പുറത്തെ പയ്യൻ്റെ ഒരു ആശമിത്താരെയോ അല്ല ഒരു മറയമ്മിത്തലായിരിക്കും വന്നിട്ട് സമാധാനപ്പെടുത്തിയിട്ട് തടയിട്ട് പ്രസവം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അൽഹംദുലില്ലാഹ്. എന്തായിരിക്കും ആ ജീവിതശൈലി? വിളക്കില്ല, വാലൻ്റെ പര, മുടിൻ്റെ പര, മണ്ണിൻ്റെ മോളു, വിളക്കില്ല, ക്ഷീമണ്ട വന്നിട്ടില്ല, കറണ്ടില്ല. പൊന്നക്കായിന് എണ്ണൻ്റെ തീ വെച്ചിട്ടാണ് സ്വന്തം ഉമ്മ ഇത്ര മക്കളെ പോറ്റി വളർത്തി പുറത്തേക്ക് അയച്ചു കൊടുത്തത്. പക്ഷേ നമുക്ക് മറക്കാൻ കഴിയില്ല. ഇങ്ങനത്തെ അനവധി ചരിത്രം നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ എല്ലാം നിങ്ങൾ ഓർമ്മിക്കണം. അള്ളാഹു നമുക്ക് വലിയ നേമത്തെന്ന് സമയമില്ല. എനിക്ക് ഇത്ര സമയം പോകുന്ന ഞാനൊക്കെ ഇന്ന് വരാൻ കഴിയില്ലായിരുന്നു. 5 മണിക്ക് എൻ്റെ പറഞ്ഞ സെറ്റിൽമെൻറ്റ് വെച്ചിന് ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നം. ഇവിടെ 4 മണിക്ക് തീരും, 5 മണിക്ക് വെച്ച് അവർ വന്ന് നിൽക്കുന്നതാണ്. മഗ്‌രിബ് നിസ്കാരം ഒരു പള്ളീൻ്റെ പരിപാടിയുണ്ട്. പക്ഷേ സമയം പോയി അത് മാറ്റി വെച്ചു. പക്ഷേ നമുക്ക് തന്ന നേമത്ത് നോക്ക്. നമ്മൾ വന്ന കാർ എത്ര, നമ്മൾ വന്ന ബൈക്ക് എത്ര, നമ്മളെ സൗകര്യം എന്ത്, നമ്മൾ തീരുന്ന ഇതെന്ത്, ഫുഡെന്ത്, നമ്മൾ ഇടുന്ന ഡ്രസ്സെന്ത്, ലക്ഷക്കണക്കിന് ഡ്രസ്സാണ് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം പുറത്തേക്ക് വലിച്ചെറിയുന്നത്. ഇതൊക്കെ നമ്മൾ ഇന്ന് ഓർമ്മിച്ച് സദാസമയം നമ്മളെ അജ്ജനും ഉപ്പക്കും ഉമ്മക്കും അതിനപ്പുറമുള്ളവർക്കും ആമീനിൻ്റെ ദുആ സദാ പിന്നെ മൊബൈലിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ആമീനെ പറയണം. ചിലപ്പോൾ അബൂബക്കറിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ല, ആരും എടുക്കുന്നില്ല, ആരും മുണ്ടുന്നില്ല എന്നൊരു മറുപടി ചിലപ്പോൾ കേൾക്കാൻ കഴിയും. ബേജാറിൻ്റെ വിഷയം. അബൂബക്കറിന് ആവശ്യമില്ല, ആമീനിന് ആവശ്യമില്ല. ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ, വ്യത്യാസമില്ല. നല്ല കഷ്ടപ്പെട്ടാൽ അബൂബക്കർ നല്ല പ്രായത്തിൽപ്പെട്ടില്ല, നല്ലൊരു സെറ്റാക്കിയെടുത്തോ. പക്ഷേ അമീൻ അത് തന്നെയാണ്. എല്ലാ നാളും അമീദിൻ്റെ വായിസ് കേൾക്കുമ്പോൾ അതിയായ സന്തോഷമാണ്. പക്ഷേ ഇന്നലെ മുതൽ എനിക്ക് പനി. ഇന്ന് ഉച്ച വരെ ഞാൻ പനി കിടന്നിട്ടുണ്ടായി. പക്ഷേ ഉച്ചക്ക് അമീദിൻ്റെ വായിസ് വരുന്നു മതിയേക്ക്. എന്നാണ് ഇന്ന് എല്ലാവർക്കും പനി പിടിക്കും, പനി കൊണ്ട് ആരും പല്ലിൽ കിടക്കണ്ട, എല്ലാവരും പറഞ്ഞു അമീദ് ചെന്ന് കേട്ട്. എൻ്റെ അതിനെ ഓപ്പറായി വഞ്ചി എന്നെ കാതിൽ വെച്ച ബാപ്പ ഇത് അമീദ് ഇങ്ങനെ ചെന്ന് പനി പോയി. അല്ല പൊരുത്തപ്പെടാല. അമീദ അജ്ജിക്ക് വേണ്ടി ഇങ്ങനെ സദസ്സ് പിടിച്ചു കൂട്ടിയപ്പോൾ നമ്മളെ പോലത്തെ ആൾക്കാർ വന്നിട്ട് ഇരുന്നില്ലെങ്കിൽ എന്ത് ഫലമുണ്ട് കുടുംബത്തിലേക്ക്? ഒരു ഫലവുമില്ല. ഇത് ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല. അള്ളാഹു നമുക്ക് നിയമത്ത് ഇതിൻ്റെ ഒരു അംശം അവർ കൊടുക്കണം, ഒരു ദുആ നടത്തണം, ആമീന് പറയണം. ആ ആമീന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് അതിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അവർ മതി, സലാമത്താവും. ഇൻഷാ അല്ലാഹ് ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ഈ സദസ്സിൽ കൂടിയ ചെറുപ്പക്കാരുണ്ട്. നമ്മൾ ഇന്ന് എൻ്റെ പ്രസംഗം ഇവിടെ ആവശ്യമുള്ളത്
നിങ്ങളെക്കൊണ്ട് ചില കാര്യം ഞാൻ കേൾക്കാൻ ആവശ്യമുണ്ടായിരുന്നു, സമയമില്ല. SLCന് ശേഷം ഉണ്ടാകുന്ന കിടാക്ക പഠിക്കുന്ന ഈ വിദ്യാഭ്യാസം നിങ്ങളുടെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് നമ്മളെല്ലാം പരസ്പരം ഒന്ന് ചർച്ച ചെയ്യേണ്ടിയായിരുന്നു. അത് ഞാൻ മുന്നോട്ടേക്ക് ഞാൻ ബഹുമാനം ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ 4 ചെറുപ്പക്കാർ വന്നിട്ട് ഉദ്ദേശം പറഞ്ഞു. അതിൽ 2 ആൾ ബിസിനസ്മാനാണ്, ഒരാൾ ഒരു എഞ്ചിനീയർ, മറ്റൊരാൾ വേറെന്തോ, അങ്ങനെ 2 ആൾ ബിസിനസ്മാനാണ്. ബിസിനസ്മാൻ ആവണമെങ്കിൽ ഈ പഠിക്കണമെന്നില്ല. ഒരു കലക്ടറാണെങ്കിൽ പഠിക്കണം, ഒരാൾ നർസി വേണം, സമൂഹത്തെ എല്ലാവരും വേണം, എല്ലാ മേഖലയിലും വേണം. നമ്മളെ കിടാക്ക പയതുപോലല്ല ഹുസൈൻ അച്ഛൻ്റെ മക്ക പഠിച്ചിട്ടുണ്ടാവില്ല, നമ്മളെ മക്ക പക്ഷെ പഠിച്ചതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നില്ല. അത് കിട്ടണം. പെണ്ണുമക്ക മംഗളായ ശാസ്ത്രി മതിയാക്കുന്നു, ആ ഭാഗത്തേക്ക് പോകുന്നില്ല, പോകണം. കല്യാണം കഴിഞ്ഞ ശേഷം പർദ്ദൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അച്ചടക്കത്തോടു കൂടി നമുക്കാവുന്ന പണികൾ അത് എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ ആൾക്കിടാക്കത് തന്നെയാണ്. കഴിവിൻ്റെ പരമാവധി എല്ലാ മേഖലയിലും നമ്മൾ എത്തിക്കിട്ടണം. നാളെ നമുക്കൊരു കലക്ടറായി വന്നാൽ ആ കലക്ടർ മുതൽ പോയി നിന്ന് സംസാരിക്കാനുള്ള കൈയുണ്ടാവണം. കൈയുള്ള ചെറുപ്പക്കാർ ധാരാളമുണ്ട്, പയതുപോലെയല്ല. ഞാൻ 2 ആഴ്ചക്ക് മുന്നേ കലക്ടറേറ്റിൽ പോയപ്പോൾ ഞങ്ങൾ 12 ആൾ ക്യൂ നിൽക്കുന്നു. 12 ആൾ ക്യൂ കലക്ടർ കാണാൻ വേണ്ടി. 2 പെണ്ണിടാക്ക വന്ന് മുസ്ലിംസ് പെണ്ണിടാക്ക, അവർ വഞ്ചി ഒരു സ്റ്റുഡൻ്റാണ്. അവർ കലക്ടറെ പിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് സമയമില്ല, സ്റ്റുഡൻ്റാണ്, കോളേജിൽ പോകണം, അകത്ത് കിടക്കണം. പക്ഷേ ഉള്ളിലേക്ക് പോയി ആൾ കേട്ട് കലക്ടർ സമ്മതിച്ചു. അയാൾ നിൽക്കുന്ന ആളാരി ഞങ്ങളെപ്പോലത്തെ ആളും ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ്. പക്ഷെ അവർ പോയി കലക്ടറെ കണ്ട് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോഴൊക്കെ ഞാൻ അവർ പെണ്ണുകിടാവ് വിളിച്ച് കാട്ടി, എന്താ മോളെ ഇത്ര അർജൻറ്റ് പോയി കലക്ടറെ കണ്ടത്? ആ കിടാവ് പറയുന്നതയോ, ഞങ്ങൾ എല്ലാ നാളിൽ പോകുന്ന ബസ്സിന് കൈ കാണിക്കും, ബസ് കൈ എടുക്കാണ്ട് പോയി ഞങ്ങളുടെ ക്ലാസ് നഷ്ടപ്പെട്ട്, അതുകൊണ്ട് കലക്ടർക്ക് പരാതി കൊടുത്തു പറയും. എന്ത് സന്തോഷമുള്ള കാര്യമാണ്. ഒരു കിടാവ് സ്വന്തം സ്കൂളിലേക്ക് വന്ന ബസ് നിൽപ്പിക്കാത്ത കാരണം കൊണ്ട് അതിൻ്റെ പരാതി കലക്ടർ കൊടുത്തെടുക്കുമ്പോൾ അത് സമൂഹത്തിന് കിട്ടിയ വലിയൊരു മുതൽക്കൂട്ടാണ്. ഇതുപോലുള്ള ഒരു അനവധി കാര്യങ്ങളുണ്ട്. സമയമില്ല, നിങ്ങൾക്ക് ഒട്ടും സമയമില്ല. ഉൾപ്രദേശമാണ്, അവിടെ ബസ് കാത്തിരിക്കുന്നു, ഞാൻ പോകാൻ വരാൻ സൗകര്യം മതിയാവില്ല. എന്നിരുന്നാലും ഇതിനു വേണ്ടി പ്രത്യേകം മെനക്കെട്ട ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അബൂബക്കർ അമീദ് പോലെ ഉണ്ടാകുന്ന സഹപ്രവർത്തകർ ധാരാളമുണ്ട്. ഇനി നമുക്ക് ഇതിനേക്കാൾ മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ സദസ്സ് പിരിയുമ്പോൾ ഹുസൈൻ അച്ഛൻ എന്ത് കിട്ടി, ഫാത്തിമജിക്ക് എന്ത് കിട്ടി, അവരുടെ മക്കൾക്ക് എന്ത് കിട്ടി, നമ്മളെ ബാപ്പാക്ക് എന്ത് കിട്ടി എന്നുള്ള കാര്യം ഒരു ചെറുങ്ങനം കൂടി ഓർമ്മിക്കണം എന്നാണ് എനിക്കൊരു അഭ്യർത്ഥന ഉള്ളത്. അള്ളാഹു നമുക്ക് ന്യായമത്ത് കണ്ട മോനിക്ക് അമീദ് പരക്കറ്റ പാട് ദ്വാരക്കുന്നു, എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നു. നമ്മളെല്ലാം അമീദ് പറയണം. നിങ്ങളെ സങ്കടമുണ്ടാ പേര് പറയാൻ അമീദ് പറയും, എനിക്ക് ദ്വാരക്കണം, അവൻ ദ്വാരക്കുന്നു. മാഷാ അല്ലാഹ്, അത് കേൾക്കുമ്പോൾ നല്ല സന്തോഷം ഉണ്ടാകും. ഒരു കുടുംബത്തിന് വേണ്ടി 1-2 ആൾക്കാർ മെനക്കെട്ടിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന സദസ്സിലേക്ക് എത്തിക്കിട്ടാൽ അത് വലിയ കാര്യമൊന്നുമല്ല. ന്യായമത്ത് അനവധിയുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. അള്ളാഹു തന്ന ന്യായമത്ത് എന്താ പറയുക, 5 വിരൽ. ഈ വിരലിൻ്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കി. നമ്മൾ ഇന്നെങ്ങനെ ഉള്ളത് അത് മനസ്സിലാക്കണം. ഈ 5 വിരൽ, ഇതിന് ഏതെങ്കിലും വിരൽ ഡേമേജ് ആയി കഴിഞ്ഞാൽ ഈ കൈയിൻ്റെ എല്ലാ പണിയും മുടങ്ങും, നടക്കേല. ഈ 5 വിരലുണ്ടെങ്കിൽ മാത്രമേ ഇത് കൈയായിട്ട് മാറും, അതിലേക്ക് വേണ്ടി എല്ലാ പണിയും നടക്കും. ഇതാണ് നമ്മുടെ സമുദായത്തിൻ്റെ ഈ കുടുംബത്തിൻ്റെ ഐക്യം. നമ്മൾ എല്ലാവരും ഒന്നിച്ച് ഇരുന്ന് ഒന്നിച്ച് മനസ്സിലാക്കി ഒന്നിച്ച് പ്രവർത്തിച്ച് ഈ കുടുംബം നന്നായിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. സമയം വളരെയേറെ വൈകിനി, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇത് കാണാൻ ഒരു അവസരം കിട്ടി എല്ലാവരെയും. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചോറ് വെച്ച് പോയാൽ പോരാ, നിങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെടണോ. ഞാൻ കുറേ ആളെ ബന്ധപ്പെട്ടിവിടെ. ആ ബന്ധപ്പെട്ട് ഞാൻ ഇതുവരെ കാണാത്ത ആളുണ്ടായി. ആ കാണാത്തവരെ കണ്ട് അപ്പോൾ അയാൾ പറയുന്നത്, നിങ്ങളുടെ അമ്മയെ നോക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ആഴ്ച ആ പുറക്ക് പോയിനാണ്. ഞാൻ പരിചയപ്പെട്ടുകൊണ്ട് അയാൾ ചെല്ലിയത്. അയാൾ എൻ്റെ അമ്മേൻ്റെ അടുത്ത കുടുംബം അറിയുന്നില്ല. അതുപോലത്തെ ഒരുപാട് ആൾക്കാരുണ്ടാവും. എല്ലാവരും പരസ്പരം ബന്ധം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് നമ്മളെ കാര്യവും അവരെ കാര്യവും ഒന്നിച്ച് കഴിച്ചു കൂട്ടാൻ വേണ്ടി അള്ളാഹു കബൂലാക്കട്ടെ മാത്രം പറഞ്ഞുകൊണ്ട് ഈ സദസ്സിലേക്ക് നമുക്ക് ഉസ്താദന്മാരുണ്ട്, ആലിമീങ്ങളുണ്ട്, നമ്മുടെ ഇടയിൽ വന്ന കുറേ ആവശ്യക്കാരുണ്ട്. ഓരെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സദസ്സ് വിളിച്ചു കൂട്ടിയ ബഹുമാനപ്പെട്ട കൺവീനർ ഒരു അഡ്വക്കേറ്റ് അബൂബക്കർ,
അതുപോലെ തന്നെ അമീദ് കന്യാണ പോലെ ഉണ്ടാകുന്ന എല്ലാവരെയും ഈ കുടുംബത്തിന് വേണ്ടി ഒരിക്കൽ കൂടെ അനുമതി നിർത്തുന്ന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ 5 മണിക്ക്